ഈജിപ്തിലെ ഗിസയിലുള്ള ആ വലിയ മഹാപിരമിഡുകൾക്ക് രൂപം നൽകിയ ആളും നമ്മുടെ കേരളത്തിൽ ശബരിമലയിൽ കുടികൊള്ളുന്ന സാക്ഷാൽ സ്വാമി അയ്യപ്പനും ഒരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോ തന്നെ വലിയൊരു അത്ഭുതം തോന്നുന്ന കാര്യമാണല്ലേ അത്. അതെ, അതും 5900 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം. ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ സങ്കീർണമായ ക്വാണ്ടം ഫിസിക്സും നമ്മുടെ പുരാതന ആത്മീയതയും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. തീർച്ചയായും. ലോകമെമ്പാടും അവിശ്വസനീയമായ സ്വാധീനം ചെലുത്തിയ സ്വാമി അയ്യപ്പനെക്കുറിച്ചും ശബരിമല തീർത്ഥാടനത്തിന് പിന്നിലെ അതിശയകരമായ ശാസ്ത്രത്തെക്കുറിച്ചുമുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച. തികഞ്ഞ ആദരവോടെയും ശാന്തതയോടെയുമാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ക്യാപ്റ്റൻ അജിത് വടക്കയിൽ നൽകിയ അഗാധമായ കുറിപ്പുകളെയും കണ്ടെത്തലുകളെയും അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ വെറുമൊരു വിശ്വാസം എന്നതിലുപരി ജീവശാസ്ത്രവും ഭൗതികശാസ്ത്രവും എങ്ങനെയാണിതിൽ പ്രവർത്തിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ശരിയാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം, തലമുറകളായി കൈമാറി വന്ന നമ്മുടെ ഈ പുരാതന ആചാരങ്ങൾക്ക് പിന്നിൽ ശരിക്കും എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്ന്. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത്തരം ചില വലിയ തിരിച്ചറിവുകളാണ്. അപ്പോൾ ക്യാപ്റ്റൻ അജിത് വടക്കേലിന്റെ കണ്ടെത്തലുകളിൽ നിന്നുള്ള ആ ഏറ്റവും അത്ഭുതകരമായ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്വാമി അയ്യപ്പൻ കേവലമൊരു പ്രാദേശിക ദൈവമല്ല, മറിച്ച് 5900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന, ലോകമെമ്പാടും സ്വാധീനം ചെലുത്തിയ ഒരു മഹാത്മാവാണെന്ന് ക്യാപ്റ്റൻ അജിത് വടക്കേൽ പറയുന്നു. എനിക്കിതൊന്ന് മനസ്സിലാക്കി തരാമോ? കേരളത്തിലെ അയ്യപ്പൻ എങ്ങനെയാണ് ഈജിപ്തിലെത്തുന്നത്? അതായത്, ഒറ്റ നോട്ടത്തിൽ അതൊരു വലിയ ചോദ്യമായി തോന്നാം. എന്നാൽ ക്യാപ്റ്റൻ അജിത് വടക്കേലിന്റെ ഗവേഷണങ്ങൾ ഇത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ പ്രകാരം വിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായ അയ്യപ്പൻ 5900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു യഥാർത്ഥ വ്യക്തിത്വമാണ്. അദ്ദേഹം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നില്ല. കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷനായ ആ അസാധാരണനായ യുവാവ് പിന്നീട് ലോകത്തിന്റെ മറ്റൊരു കോണിൽ, അതായത് ഈജിപ്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ അദ്ദേഹം ഇംഹോട്ടപ്പ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇംഹോട്ടപ്പ്, ആ വാക്കിന്റെ അർത്ഥം കിഴക്കുനിന്നും വന്ന ദൈവം എന്നല്ലേ? അതെ, കിഴക്കുനിന്നും സമാധാനത്തോടെ വന്ന ദൈവം എന്നാണ് ചരിത്രത്തിൽ ആ വാക്കിന്റെ അർത്ഥം. ഫറവോമാരേക്കാൾ ശക്തനായ ഒരു വാസ്തുശില്പിയും സർവ്വരോഗങ്ങളെയും മാറ്റാൻ കഴിവുള്ള ഒരു വലിയ വൈദ്യനുമായിരുന്നു അദ്ദേഹം അവിടെ. ശരിക്കും അവിടുത്തെ ഭരണാധികാരികളെക്കാൾ വലിയ സ്വാധീനം. തീർച്ചയായും. 5900 വർഷങ്ങൾക്ക് മുമ്പ് ഗിസയിലെ മഹാപിരമിഡുകൾ പുനർനിർമ്മിച്ചത് ഇംഹോട്ടപ്പ് എന്ന അയ്യപ്പനാണെന്ന് ക്യാപ്റ്റൻ അജിത് വടക്കയിൽ അടിവരയിട്ട് പറയുന്നു. ആ പിരമിഡുകൾ വെറുമൊരു കൽക്കെട്ടല്ല, ആകാശത്തെ നക്ഷത്ര സമൂഹങ്ങളുമായി ഭൂമിയെ ബന്ധിപ്പിക്കുന്ന ഒരു യന്ത്രം പോലെയാണത് പ്രവർത്തിക്കുന്നത്. ഓഹോ, അപ്പോൾ നക്ഷത്രങ്ങളുമായുള്ള ബന്ധം. അതെ, ഓറിയോൺ ബെൽറ്റുമായും, അതായത് അൽനിദാക്, അൽനിലാം, മെൻടാക്ക എന്നീ 3 നക്ഷത്രങ്ങളുമായും, കൂടാതെ ആൽഫ സെന്റോറിയ അഥവാ ത്രിശങ്കു എന്ന നക്ഷത്ര സമൂഹവുമായും അവിശ്വസനീയമായ കൃത്യതയോടെ വിന്യസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പിരമിഡുകൾ നിർമ്മിച്ചത്. ഇതൊന്ന് ലളിതമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊരു പുരാതന ഗ്ലോബൽ ആർക്കിടെക്ചർ പ്രോജക്റ്റ് പോലെയാണ്. ഇന്നത്തെ GPS സാങ്കേതികവിദ്യ പോലുമില്ലാത്തൊരു കാലത്ത് മരുഭൂമിയിൽ നിന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ഭൂമിയിൽ ഇത്ര വലിയ നിർമ്മിതികൾ നടത്തുക എന്നത് അത്ഭുതകരമല്ലേ? വലിയ അത്ഭുതമാണ്. പക്ഷെ ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഈജിപ്തിലെ ഈ വലിയ കല്ലുകൾ കൊണ്ടുള്ള നിർമ്മിതികളിൽ നിന്ന് കേരളത്തിലേക്കെത്തുമ്പോൾ ഈ വാസ്തുവിദ്യ എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും മാറുന്നത്? വളരെ യുക്തിസഹമായ ഒരു നിരീക്ഷണമാണത്. അവിടെയാണ് അയ്യപ്പൻ എന്ന മഹാത്മാവിന്റെ അറിവിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കല്ലുകൾ കൊണ്ടുള്ള പിരമിഡുകളിൽ പ്രപഞ്ച ഊർജത്തെ അദ്ദേഹം സംയോജിപ്പിച്ചെങ്കിൽ മനുഷ്യ മനസ്സിനെയും ശരീരത്തെയും പുനർനിർമ്മിക്കുന്ന മറ്റൊരു മഹാത്ഭുതമായിട്ടാണ് ശബരിമലയെ അദ്ദേഹം രൂപകൽപ്പന ചെയ്തത്. ക്യാപ്റ്റൻ അജിത് വടക്കേൽ വിശദീകരിക്കുന്നതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയ്ക്കും ഈ പറഞ്ഞ 5900 വർഷത്തെ പഴക്കമുണ്ട്. മനുഷ്യന്റെ നാഡീവ്യൂഹത്തെയും ശരീരത്തെയും മൊത്തത്തിൽ നവീകരിക്കുന്ന ഒരു വലിയ ക്വാണ്ടം ലബോറട്ടറിയാക്കി ആ മലയെ അദ്ദേഹം മാറ്റി. ഒരു മനുഷ്യൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. അതെ, ആ 41 ദിവസം എന്നത് വളരെ കൃത്യമായ ഒരു കണക്കുകൂട്ടലാണ്. ഒരു ചെറിയ ദുശ്ശീലം മാറ്റിയെടുക്കാൻ 21 ദിവസം മതിയെന്നാണ് ശാസ്ത്രം പറയുന്നത്.
എന്നാൽ ശബരിമല തീർത്ഥാടനത്തിൽ ഈ 41 ദിവസം എന്നത് തലച്ചോറിനെ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സമയമാണ്. ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിലൊക്കെ വൈറസ് കയറുമ്പോൾ നമ്മൾ പഴയ ഡാറ്റ പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞ് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുന്നത് പോലെ. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ പോലും ഈ വ്രതത്തിലൂടെ പുതിയ മനുഷ്യരായി മാറുന്നതിന് പിന്നിലെ രഹസ്യം ഇതാണ്. ഇവിടെ ക്വാണ്ടം ഫിസിക്സും മനുഷ്യന്റെ നാഡീവ്യൂഹവും തമ്മിൽ വളരെ ശക്തമായൊരു ബന്ധം പ്രവർത്തിക്കുന്നുണ്ട്. ഈ 41 ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ശരീരത്തിൽ ശാസ്ത്രീയമായി ഓട്ടോഫാഗി എന്നൊരു പ്രക്രിയ നടക്കുന്നു. ഓട്ടോഫാഗി, അതായത് കോശങ്ങൾ സ്വയം നവീകരിക്കുന്ന ആ പ്രക്രിയ. അതെ, ശരീരത്തിന് പുറത്തുനിന്ന് വലിയ തോതിൽ ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ശരീരം അതിനുള്ളിൽ തന്നെയുള്ള കേടുവന്ന കോശങ്ങളെ ഇല്ലാതാക്കി പുതിയ കോശങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങും. അങ്ങനെ കോശങ്ങൾ പുതിയതാകുമ്പോൾ മനുഷ്യന്റെ ചിന്തകളും പുതിയതാകുന്നു. അത് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ചെരുപ്പിടാതെ കാട്ടിലൂടെ കിലോമീറ്ററുകളോളം നടക്കുന്നതൊക്കെ അതും ഈ ശാസ്ത്രത്തിന്റെ ഭാഗമാണോ? തീർച്ചയായും. അതൊരിക്കലും ഒരു കഷ്ടപ്പെടുത്തലല്ല. ചെരുപ്പിടാതെ കാട്ടിലൂടെയുള്ള ആ യാത്ര ശരീരത്തെ ഭൂമിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനെ എർത്തിങ് അഥവാ ഗ്രൗണ്ടിങ് എന്ന് വിളിക്കുന്നു. ഗ്രൗണ്ടിങ്? ഒരു ഭക്തൻ നഗ്നപാതനായി നടക്കുമ്പോൾ ഭൂമിയിലെ നെഗറ്റീവ് ഇലക്ട്രോണുകൾ അയാളുടെ പാദങ്ങളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെയും സ്ട്രെസ്സിനെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. അതായത് ഒരു പഴയ ടിവിയിൽ സിഗ്നൽ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ കൊടുത്ത് ക്ലിയർ ആക്കുന്നത് പോലെ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെ മുഴുവൻ ഭൂമി വലിച്ചെടുക്കുന്നു. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു മെക്കാനിസം തന്നെയാണിത്. അതെ. ഇങ്ങനെ 41 ദിവസത്തെ വ്രതത്തിലൂടെ ശുദ്ധീകരണം നേടിയൊരു ഭക്തൻ തന്റെ യാത്രയുടെ അവസാന ഘട്ടമായ മകരവിളക്കിന്റെ നിമിഷത്തിലേക്കെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതാണല്ലോ ഏറ്റവും പ്രധാനം. അതാണ് ഈ യാത്രയുടെ പരമമായ ലക്ഷ്യം. ജനുവരി 14-15 തീയതികളിൽ പൊന്നമ്പലമേട്ടിൽ കാണുന്ന ആ 3 പ്രകാശമിന്നലുകളാണല്ലോ മകരവിളക്ക്. ക്യാപ്റ്റൻ അജിത് വടക്കേലിന്റെ കണ്ടെത്തലുകൾ പ്രകാരം 6000 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ശരശയ്യയിൽ കിടന്ന ഭീഷ്മർ തന്റെ പ്രാണൻ വെടിഞ്ഞ ആ കൃത്യം നിമിഷമാണിത്. ശരിക്കും ഭീഷ്മരുടെ ഇച്ഛാമൃത്യു. അതെ, ആ മഹാത്മാവിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. അപ്പോൾ ഈ പ്രകാശമിന്നലുകൾ ദൂരെ നിന്ന് കാണുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തലച്ചോറിനുള്ളിൽ സംഭവിക്കുന്ന ആ അത്ഭുതമെന്താണ്? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്വാണ്ടം ശാസ്ത്രം. അവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രകാശമിന്നലുകൾക്കിടയിൽ കടന്നുപോകുന്ന ഒരു 10 സെക്കൻഡുകളുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തർ ആ ഒരൊറ്റ ബിന്ദുവിലേക്ക് പൂർണ്ണ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്ന ആ നിമിഷത്തിൽ അവരുടെ മനസ്സിൽ പൂർണ്ണമായ ശൂന്യത സംഭവിക്കുന്നു. ഇതിനെ ഈഗോ ഡെത്ത് അല്ലെങ്കിൽ പൂർണ്ണമായ അവബോധം എന്ന് വിളിക്കാം. ഈഗോ ഡെത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നയാളാണ്, എനിക്കിത്ര പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള ആ വ്യക്തിബോധം ഇല്ലാതാകുന്ന അവസ്ഥയാണോ? അതെ, മനുഷ്യന്റെ 2 ചിന്തകൾക്കിടയിലുള്ള ഒരു ചെറിയ വിടവാണത്. ശാസ്ത്രീയമായി ഇതിനെ ക്വാണ്ടം എൻട്രെയിൻമെന്റ് എന്ന് വിളിക്കും. ആ 10 സെക്കൻഡുകളിലെ ശൂന്യത മനുഷ്യന്റെ ഉള്ളിലെ ആഴത്തിലുള്ള മാനസിക ആഘാതങ്ങളെയും ഭയങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ ആധുനിക സ്ട്രെസ് മാനേജ്മെന്റ് രീതികളുമായാണ് എനിക്കിതിനെ താരതമ്യം ചെയ്യാൻ തോന്നുന്നത്. നോക്കൂ, ഇന്ന് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് തെറാപ്പികൾക്ക് പോകുമ്പോഴും പലപ്പോഴും അവർക്ക് പൂർണ്ണമായ ശാന്തത കിട്ടാറില്ല. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചു നിന്ന് വെറും 10 സെക്കൻഡ് കൊണ്ട് നേടുന്ന ഈയൊരു വലിയ മാനസിക ശാന്തത ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണാൻ കഴിയുമോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. യാതൊരു ചെലവുമില്ലാതെ മനുഷ്യനെ പ്രകൃതിയുമായി ചേർത്തു നിർത്തിക്കൊണ്ട് സുഖപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. ഇനി ഈ ആത്മീയമായ ഉന്നതിക്ക് ശേഷം ശബരിമലയിലെ പ്രധാന വഴിപാടായ നെയ്യ് അഭിഷേകത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുള്ള ചില നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങളിലേക്കും നമുക്ക് വരാം. ക്യാപ്റ്റൻ അജിത് വടക്കേൽ ഇതിനെ വളരെ സൂക്ഷ്മമായി വിശദീകരിക്കുന്നുണ്ട്. അതെ, ആ നെയ്യഭിഷേകത്തിന്റെ കാര്യം തന്നെ വളരെ കൗതുകകരമാണ്. ശബരിമലയിൽ രക്തം ചിന്തിയുള്ള ബലികളൊന്നുമില്ലല്ലോ. പകരം വളരെ ശുദ്ധമായ നെയ്യും ഇളനീരുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതെ, രക്തബലികൾ എന്നത് പിന്നീട് മനുഷ്യരുണ്ടാക്കിയ അനാചാരങ്ങളാണെന്ന് ക്യാപ്റ്റൻ അജിത് വടക്കേൽ വ്യക്തമാക്കുന്നുണ്ട്. നെയ്യഭിഷേകത്തിന്റെ പ്രക്രിയ വളരെ ശ്രദ്ധേയമാണ്. യാത്ര തിരിക്കുന്നതിന് മുമ്പ് വീട്ടിലെ സ്ത്രീയാണ് തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്നത്.
ഭർത്താവ് അത് ഇരുമുടിക്കെട്ടിലാക്കി ഒരിടത്തും നിലത്തു വെക്കാതെ വളരെ പവിത്രമായി മല ചവിട്ടുന്നു. എന്നിട്ട് അഭിഷേകം കഴിഞ്ഞ അതേ നെയ്യ് പ്രസാദമായി വീട്ടിലെ സ്ത്രീക്ക് തന്നെ തിരികെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതായത് ആ സ്ത്രീ ശാരീരികമായി മല ചവിട്ടിയില്ലെങ്കിലും ആ തീർത്ഥാടനത്തിന്റെ മുഴുവൻ ഫലവും ആ നെയ്യിലൂടെ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലഭിക്കുന്നു, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം. ആ സ്ത്രീ തന്നെ മല ചവിട്ടുന്നതിന് തുല്യമാണിത്. ഇനി ഭർത്താവ് യാത്രാമധ്യേ വ്രതം തെറ്റിച്ചാൽ ആ നെയ്യ് അയാൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് അവിടെയുള്ള നെയ്ത്തോണിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ പരസ്പരം കബളിപ്പിക്കാൻ കഴിയില്ല. വളരെ സത്യസന്ധമായൊരു പ്രക്രിയ. ഇനി ഇവിടെയാണ് സാധാരണയായി ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യം വരുന്നത്: ആർത്തവ പ്രായത്തിലുള്ള സ്ത്രീകളുടെ പ്രവേശന വിലക്ക്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ വിവേചനമായി പലർക്കും തോന്നാം. പക്ഷേ ഇതിന് പിന്നിലൊരു വലിയ ബയോളജി ഉണ്ടല്ലേ? തീർച്ചയായും. ക്യാപ്റ്റൻ അജിത് വടക്കയിൽ അസന്ദിഗ്ധമായി വ്യക്തമാക്കുന്നത് ഇത് സ്ത്രീകൾക്കെതിരെയുള്ള യാതൊരു വിധത്തിലുമുള്ള വിവേചനവുമല്ല എന്നാണ്. മനുഷ്യ ശരീരത്തിന്റെ ജീവശാസ്ത്രവും ക്ഷേത്രത്തിലെ പ്രത്യേകതരം ക്വാണ്ടം ഊർജവും തമ്മിലുള്ള ഒരു പ്രവർത്തനമാണിതിന് കാരണം. ആർത്തവ സമയത്ത് സ്ത്രീകളുടെ ഗർഭപാത്രത്തിലെ ആന്തരിക പാളി അഥവാ എൻഡോമെട്രിയം സ്വാഭാവികമായും താഴേക്ക് പുറന്തള്ളപ്പെടേണ്ടതുണ്ട്. അതെ, അതൊരു താഴേക്കുള്ള ഒഴുക്കാണ്. അതൊരു സ്വാഭാവികമായ ശുദ്ധീകരണ പ്രക്രിയയാണ്. അതെ. എന്നാൽ ശബരിമല എന്ന ആ മലമുകൾ അതീവ ശക്തമായ ഒരു സ്കെലാർ എനർജി ഫീൽഡാണ്. ഊർജം മുകളിലേക്ക് വലിച്ചെടുക്കുന്നൊരു പ്രദേശം. ആർത്തവ സമയത്ത് ഒരു സ്ത്രീ ഈ സ്കെലാർ എനർജി ഫീൽഡിൽ പ്രവേശിക്കുമ്പോൾ ഈ പോസിറ്റീവ് എനർജി അവരുടെ ഗർഭപാത്രത്തിലെ സ്വാഭാവികമായ പുറന്തള്ളൽ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. ഓഹോ, അപ്പോൾ ആ ഒഴുക്ക് തടസ്സപ്പെടും. അതെ. ഇത് എൻഡോമെട്രിയോസിസ് എന്ന വളരെ വേദനാജനകമായ അവസ്ഥയ്ക്കും പിന്നീടത് വന്ധ്യതയ്ക്കും വരെ കാരണമാകാം എന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ വിശദീകരിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെയും അവരുടെ വരും തലമുറയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിയന്ത്രണം വെച്ചിട്ടുള്ളത്. അതല്ലാതെ അവരെ മാറ്റി നിർത്താനല്ല. കൃത്യമായി പറഞ്ഞു. അതുകൊണ്ടാണ് ആർത്തവ പ്രായത്തിലുള്ള സ്ത്രീകളെ അവിടെ വിലക്കിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആർത്തവ വിരാമം വന്ന സ്ത്രീകൾ ശബരിമലയിൽ പോകുന്നത് നിർബന്ധമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശരിക്കും? അതെ. കാരണം അവർക്കുണ്ടാകുന്ന പല ശാരീരിക ബുദ്ധിമുട്ടുകളും മാറാൻ ഈ സ്കേലാർ എനർജി ഫീൽഡ് വളരെ വലിയ രീതിയിൽ സഹായിക്കുന്നു. അപ്പോൾ ഇത് വിവേചനമല്ല, തികഞ്ഞ ശാസ്ത്രമാണ്. ശരിക്കും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ അന്ധവിശ്വാസമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശരീരത്തെയും പ്രപഞ്ച ഊർജത്തെയും എത്രത്തോളം സൂക്ഷ്മമായാണ് പുരാതന കാലത്ത് മനസ്സിലാക്കിയിരുന്നത് എന്നതിന്റെ തെളിവാണ്. തീർച്ചയായും. അനാവശ്യ വിവാദങ്ങൾക്കപ്പുറം ഇതിലെ ഈ ആഴത്തിലുള്ള ശാസ്ത്രം മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. ഇതോടൊപ്പം ചരിത്രപരമായ ചില കാര്യങ്ങൾ കൂടി ക്യാപ്റ്റൻ അജിത് വടക്കയിൽ തന്റെ ഗവേഷണങ്ങളിലൂടെ തിരുത്തുന്നുണ്ട്. എന്താണത്? അതായത് 5900 വർഷം പഴക്കമുള്ള അയ്യപ്പന് വെറും 1400 വർഷം മാത്രം പഴക്കമുള്ള ഇസ്ലാം മതത്തിലെ വാവരുമായോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാതിരിയായ അർത്തുങ്കൽ വെളുത്തച്ഛനുമായോ ബന്ധമുണ്ടെന്ന് പറയുന്നത് കാലഗണനാപരമായി തന്നെ അസാധ്യമായ കാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത് നമ്മളൊന്ന് യുക്തിപരമായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതെ. 5900 വർഷത്തെ ചരിത്രമുള്ള ഒരു യഥാർത്ഥ മഹാത്മാവിന്റെ കഥയിലേക്ക് വളരെ അടുത്തിടെയുണ്ടായ കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് അദ്ദേഹത്തിന്റെ രേഖകൾ വാദിക്കുന്നു. ശരിയാണ്. ആ കാലഘട്ടങ്ങൾ തമ്മിലുള്ള വലിയ വ്യത്യാസം നോക്കുമ്പോൾ തന്നെ അത് വെറും വ്യാജ പ്രചരണങ്ങളാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിലൂടെ കടന്നുപോയത് വളരെ ആഴത്തിലുള്ള വിവരങ്ങളിലൂടെയാണ്. ഈജിപ്തിലെ പിരമിഡുകളുടെ നിർമ്മാണം മുതൽ ശബരിമലയിലെ ഓരോ ആചാരങ്ങൾക്കും പിന്നിലെ ക്വാണ്ടം ഫിസിക്സും ബയോളജിയും വരെ നമ്മൾ കണ്ടു. അതെ. ഇത് വെറുമൊരു വിശ്വാസമോ കേട്ടുകേൾവിയോ അല്ല. മറിച്ച് പ്രപഞ്ചത്തിന്റെ താളത്തിനനുസരിച്ച് മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും കോർത്തിണയ്ക്കുന്ന ഒരു മഹത്തായ സയൻസാണ്. ക്യാപ്റ്റൻ അജിത് വടക്കയിലിന്റെ കണ്ടെത്തലുകൾ തികഞ്ഞ ആദരവോടെ വേണം നമ്മൾ നോക്കിക്കാണാൻ. കേവലം പുറമേയുള്ള കാഴ്ചകൾക്കപ്പുറം പോയി ചിന്തിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. സത്യം.